കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട MP ജോർജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്താൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്താൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒരു വളരെ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ ഈ ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അഴിമതിരഹിതമായി ഞങ്ങൾ 2.5 വർഷക്കാലം നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഒട്ടനവധി പദ്ധതികൾ. ആ പദ്ധതികൾക്കെല്ലാം തടസ്സമായി നിന്നത് പഞ്ചായത്ത് ഭരണാധികാരികളായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം നീക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ശാസ്ത്രീയവും ദീർഘവീക്ഷണത്തോടും കൂടി പദ്ധതി നടപ്പിലാക്കി 2020 ഇന്ത്യയിലെ 2,73,000 വരുന്ന പഞ്ചായത്തുകളിൽ ഏറ്റവും നല്ല പഞ്ചായത്തായി മാറ്റുമെന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും 2020 വേണ്ടിവരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. 2018 തന്നെ നമുക്ക് പദ്ധതി പൂർത്തീകരിച്ച് ഇന്ത്യയുടെ മുന്നിൽ കിഴക്കൻ പഞ്ചായത്തിന് ഏറ്റവും നല്ല പഞ്ചായത്തായി സമർപ്പിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. നമ്മളിപ്പോൾ വന്ന പ്രധാനമായിട്ടും കുടിവെള്ള പദ്ധതികൾ. പിന്നെ നമുക്കറിയാം ഈ പഞ്ചായത്തിനകത്ത് ക്യാൻസർ, കിഡ്നി, അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ് ഒരുപാടുണ്ട്. അവർക്ക് പലപ്പോഴും നിരാലംബ നിർധനരുമായ അവർക്ക് പലപ്പോഴും ചികിത്സ നിഷേധിക്കും. സാമ്പത്തിക പരാതികളുടെ പോലും ചികിത്സ നിഷേധിക്കപ്പെടുന്നു. സ്വാഭാവികമായും അവർക്കെല്ലാം ഒരു പാക്കേജ് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അത്തരം രോഗികൾക്ക് നിരാലംബ നിർധനരുമായ ആളുകളെ സഹായിക്കുന്ന നടപടികളാണ് ഞങ്ങൾ എടുക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് കുടിവെള്ള പദ്ധതികൾ നമുക്കറിയാം. ഒരു 19ഓളം കുടിവെള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ കുടിവെള്ള പദ്ധതികൾക്കൊന്നും നമ്പറിട്ട് തരുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു തെറ്റായ നയമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഞാൻ 19 കുടിവെള്ള പദ്ധതികൾക്ക് നമ്പറിട്ട് കൊടുക്കുന്ന നടപടി ആദ്യമേ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ശാപമായിട്ടുള്ള ബിവറേജ് കോർപ്പറേഷൻ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളായി ഞങ്ങൾ സമരത്തിലാണ്. എന്തായാലും പുതിയ ഭരണസമിതി അത് അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവ്യവസ്ഥ തേടിക്കൊണ്ട് അടച്ചുപൂട്ടുന്ന സമീപനം സ്വീകരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ നമുക്ക് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ച് നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഭീഷണിയാണ്. എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം അതല്ല. ഈ നാട്ടിൽ എന്ത് നടക്കുന്നതോ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെ സംഘടനകൾ കിടക്കുന്നത് മാത്രമല്ല രാജ്യത്താകമാനം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമ്മൾ ഒരു വികസനമാണ് മെയിനായിട്ട് കാണുന്നത്. എല്ലാ തരത്തിലുള്ള വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ പദ്ധതികളോടൊപ്പം നാടിൻ്റെ മറ്റ് വികസന റോഡ്, അങ്ങനെയുള്ള കുടിവെള്ള പദ്ധതികൾ, അങ്ങനെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ നടത്താനായിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 2.5 വർഷം മുമ്പ് തന്നെ തീരുമാനിച്ചതാണ് കിഴക്കമ്പലം ഇന്ത്യയിലെ ഏറ്റവും നല്ല മാതൃകാ പഞ്ചായത്താക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൊടുത്ത ഒരു വാഗ്ദാനമല്ല.
അപ്പോൾ അതുകൊണ്ട് 2.5 വർഷക്കാലമായിട്ട് ഇതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടി. കാരണം ഞങ്ങൾ കഴിഞ്ഞ 2.5 വർഷക്കാലം ചെയ്ത പ്രവൃത്തികളിൽ അവർ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അവർ ഏറ്റവും വളരെയധികം ആഹ്ലാദത്തോടു കൂടിയാണ് ഇതിന് വരവേറ്റിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ 2.5 വർഷം മുമ്പ് കൊടുത്തതിനേക്കാൾ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിലും ഭംഗിയായിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. ജനാധിപത്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് തിരിച്ചു മേടിക്കും വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. അല്ല വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ഈ ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ അവർ സ്വയമായിട്ട് കൊടുത്തിരിക്കുന്ന അധികാരം, ജനങ്ങൾക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. അവർ സ്വയമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനായില്ല, ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ഓരോ പ്രതിനിധികളും സ്വയം ആയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അല്ല, ഇത് ഒരു ബാധ്യതയായിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല. കാരണം ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ഇത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇത് ജനങ്ങളുടെ പഞ്ചായത്താണ്. ഇന്ന് ഇവിടെ കണ്ടില്ലേ, കൂട്ടം കണ്ടില്ലേ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രിയും മറ്റ് MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിഴക്കമ്പലത്തെ ജനങ്ങൾ മുഴുവൻ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ മാതിരി അവർ ഇത്രയും ആഹ്ലാദിച്ച ഒരു ദിവസം ഉണ്ടാവില്ല. ഈ പഞ്ചായത്ത് പണിതിട്ട് തന്നെ ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞു. ഒരാൾ പോലും ഈ പഞ്ചായത്ത് കണ്ടിട്ടില്ല. ഇന്ന് ആ ആഹ്ലാദത്തിലാണ്. കാരണം ഇന്ന് അവർക്കത് കയറി കാണാൻ സാധിച്ചു. ഇന്ന് ജനങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഞങ്ങളുടെ പഞ്ചായത്താണ്, ജനങ്ങളുടെ പഞ്ചായത്താണ്. ആ വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ബാധ്യതയുമായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമുള്ളൂ. കൂടുതൽ ഞങ്ങൾക്ക് ഇതിനോട് ഈ ജനങ്ങളോടൊപ്പം കൂടുതൽ നിന്ന് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം കൂടി വന്നിട്ടേ ഉള്ളൂ. ഒരു വളരെ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ ഈ ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അഴിമതിരഹിതമായി ഞങ്ങൾ 2.5 വർഷക്കാലം നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഒട്ടനവധി പദ്ധതികൾ. ആ പദ്ധതികൾക്കെല്ലാം തടസ്സമായി നിന്നത് പഞ്ചായത്ത് ഭരണാധികാരികളായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം നീക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ശാസ്ത്രീയവും ദീർഘവീക്ഷണത്തോടും കൂടി പദ്ധതി നടപ്പിലാക്കി 2020 ഇന്ത്യയിലെ 2,73,000-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ ഏറ്റവും നല്ല പഞ്ചായത്തായി മാറ്റുമെന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും 2020 വേണ്ടിവരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. 2018 തന്നെ നമുക്ക് പദ്ധതികൾ പൂർത്തീകരിച്ച് ഇന്ത്യയുടെ മുന്നിൽ കിഴക്കൻ പഞ്ചായത്തിന് ഏറ്റവും നല്ല പഞ്ചായത്തായി സമർപ്പിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. നമ്മളിപ്പോൾ വന്ന പ്രധാനമായിട്ടും കുടിവെള്ള പദ്ധതികൾ. പിന്നെ നമുക്കറിയാം ഈ പഞ്ചായത്തിനകത്ത് ക്യാൻസർ, കിഡ്നി, അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ് ഒരുപാടുണ്ട്. അവർക്ക് പലപ്പോഴും നിരാലംബ നിർധനരുമായ അവർക്ക് പലപ്പോഴും ചികിത്സ നിഷേധിക്കും. സാമ്പത്തിക പരാതികളുടെ പോലും ചികിത്സ നിഷേധിക്കപ്പെടുന്നു. സ്വാഭാവികമായും അവർക്കെല്ലാം ഒരു പാക്കേജ് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അത്തരം രോഗികൾക്ക്, നിരാലംബ നിർധനരുമായ ആളുകളെ സഹായിക്കുന്ന നടപടികളാണ് ഞങ്ങൾ എടുക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് കുടിവെള്ള പദ്ധതികൾ നമുക്കറിയാം. ഒരു 19ഓളം കുടിവെള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ കുടിവെള്ള പദ്ധതികൾക്കൊന്നും നമ്പറിട്ട് തരുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു തെറ്റായ നയമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഞാൻ 19 കുടിവെള്ള പദ്ധതികൾക്ക് നമ്പറിട്ട് കൊടുക്കുന്ന നടപടി ആദ്യം പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ശാപമായിട്ടുള്ള ബിവറേജ് കോർപ്പറേഷൻ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളായി ഞങ്ങൾ സമരത്തിലാണ്. എന്തായാലും പുതിയ ഭരണസമിതി അത് അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവ്യവസ്ഥ തേടിക്കൊണ്ട് അടച്ചുപൂട്ടുന്ന സമീപനം സ്വീകരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ച് നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഭീഷണിയാണ്. എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം അതല്ല. ഈ നാട്ടിൽ എന്ത് നടക്കുന്നുവോ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെ സംഘടനകൾ കിടക്കുന്നത് മാത്രമല്ല രാജ്യത്താകമാനം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമ്മൾ ഒരു വികസനമാണ് മെയിനായിട്ട് കാണുന്നത്.